ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കച്ചോരിയാണ്. കച്ചോരി സാറിന് നോർത്ത് ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. അത് വെജിറ്റേറിയൻ ആയിരിക്കും. നമ്മളിത് ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന കച്ചോരിയാണ്. ചിക്കൻ കച്ചോരി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്, നമ്മൾ 2 കപ്പ് മാവെടുത്ത് കുഴച്ച്, കാരണം മാവും ഉപ്പും എല്ലാം കൂടി ഈ പരുവത്തിൽ കുഴച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചു. പിന്നെ ഒരു 100-150 ഗ്രാം ചിക്കൻ നമ്മൾ വേവിച്ചതാണ്. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾ എല്ലാം കൂടി ഇട്ട് വേവിച്ച് മിക്സിയിലിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഒരു 150 ഗ്രാം കാണും. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത്, ചെറുതായി അരിഞ്ഞ സവാള, അതൊരു ചെറിയ തക്കാളി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1-1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, നമുക്ക് ചപ്പാത്തി പോലെ പരത്താൻ ആവശ്യമുള്ള ഗോതമ്പ് പൊടി, പിന്നെ എണ്ണ നമുക്ക് ആവശ്യത്തിന് എടുക്കും. ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഈ തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം. അതിലൂടെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടാം. അതൊന്ന് നമ്മൾ ആദ്യം ഇട്ട ചേരുവകളൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ചൂടായി മൂത്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഉള്ളിയിടാം. ഉള്ളി ഒന്ന് മൂത്ത് വരാൻ നമുക്ക് ഒരല്പം ഉള്ളിയും ഒരല്പം ഉപ്പും ഇട്ട് കൊടുക്കും. ഉള്ളി ഒന്ന് മൂത്ത് വന്നത്, നമ്മുടെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മസാലയെല്ലാം കൂടെ ഓരോന്നേരം എണ്ണത്തിലിട്ട്, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഉടനെ തന്നെ നമ്മൾ തക്കാളി പൊടിയിലേക്ക് ഇടണം. ഒരു 2 മിനിറ്റ് എടുക്കും തക്കാളി നമുക്കൊന്ന് ശരിയാക്കി കിട്ടാം. അടുത്ത നമുക്ക് ഉരുളക്കിഴങ്ങ് ചീകി വെച്ചിരിക്കുന്ന ഇതിടാം. അതോടൊപ്പം തന്നെ ചിക്കൻ അടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്ത്. ഇനി ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കി വാങ്ങി വെക്കാം. ഓക്കെ, ഈ ചെറിയ തീയിൽ ഇട്ട് അടച്ചു വെക്കാവൂ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അടുത്തായിട്ട് നമുക്ക് ചെറിയ ബോൾ ഉണ്ടാക്കി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ, പക്ഷേ അത്രയും വലിപ്പം വേണ്ട, ചെറുതായിട്ട് മതി. ഒരല്പം കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഒരു പൂരിയുടെ അത്ര പരത്തിയതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് ഇതിലേക്ക് നിറയ്ക്കാം. നമ്മൾ കച്ചോരിക്കുള്ള അതിൻ്റെ ഷേപ്പിൽ നമ്മൾ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇത് കച്ചോരി എണ്ണയിലോട്ടിടാം.
ഇപ്പം നമ്മുടെ ചിക്കൻ കച്ചോടി റെഡി ആയിട്ടുണ്ട്.